എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം BBA ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് സബ്ജക്റ്റിലെ എസ് ടോപ്പിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് എസ് ടോപ്പിക്സ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സ്കോർ, പ്രോബ്ലം അറിയില്ലെങ്കിൽ പോലും നല്ലൊരു സ്കോർ, ഒരു 60-നടുത്ത് നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചുകൊണ്ട് QTയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ഏരിയ എല്ലാം തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. 8 പാർട്ടുകളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൊത്തം തിയറീസും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് 8 പാർട്ടുകളായിട്ട് ചെയ്തത്. ആ 8 പാർട്ടും നന്നായിട്ട് കേട്ടൊരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഈ ടോപ്പിക് എല്ലാം തന്നെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല 2 മാർക്ക് 5 മാർക്ക് എല്ലാം തന്നെ നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ എസ്സേയിലേക്ക് കടക്കാം. ഒന്നാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ദി അപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ കൂടെയാണ് അപ്ലിക്കേഷൻ ഓഫ് QT. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഇങ്ങനെ ഒരു എസ്സേ ചോദിച്ചാൽ ആദ്യം QT എന്താണെന്ന് എഴുതണം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റെഫേഴ്സ് ടു ദി മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹൈറ്റ് തരുന്നു, ഏജ് തരുന്നു, വെയിറ്റ് തരുന്നു. ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? 175, 176 അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഞാൻ 177 ആ രീതിയിൽ പറയുന്നു അല്ലേ? എൻ്റെ ഏജ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 25 ആ രീതിയിൽ നമ്മൾ പറയുന്നു. അപ്പോൾ ആ ഒരു ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അനാലിസിസ് നടത്തുകയും അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതായത് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ഡിമാൻഡ്, സപ്ലൈ ഇതുപോലെയുള്ള ന്യൂമറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ QTയുടെ യൂസസ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പല മേഖലകളിലായിട്ട് QTയുടെ അപ്ലിക്കേഷൻസ് ഉണ്ട്. 10 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ തരുന്ന മുഴുവൻ പോയിന്റ്സും ആദ്യം എഴുതുക. ആദ്യം നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് എഴുതിയിട്ട് ഇതിലെ 10 പോയിന്റ്സ് എങ്കിലും എഴുതുക. എന്നിട്ട് ഇതിന് ഓരോന്നിനും 4-5 ലൈൻ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക. എക്സ്പ്ലനേഷൻ കുറച്ചൊക്കെ തെറ്റിക്കോട്ടെ, പക്ഷെ കോൺഫിഡൻസോട് കൂടി പോയിന്റ് മാത്രം എഴുതി വെക്കാതെ നിങ്ങൾ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 10 സ്കോർ ചെയ്യാം. എക്സ്പ്ലനേഷൻ എക്സാക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ഇൻവെന്ററി കൺട്രോൾ, ഒന്നാമത്തെ സ്കോപ്പ് അല്ലെങ്കിൽ യൂസ് ആണ് ഇൻവെന്ററി കൺട്രോൾ. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്സ് ഇൻ ഇൻവെന്ററി കൺട്രോൾ ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എഴുതുന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലേ? ഇൻവെന്ററി കൺട്രോൾ മീൻസ് സ്റ്റോക്ക് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1-2 ലൈൻ എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ നമ്മൾ QTയുടെ അപ്ലിക്കേഷൻ ഒന്നാമത്തതാണ് ഇൻവെന്ററി കൺട്രോൾ. രണ്ടാമത്തതാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. QT പ്രൊജക്ട് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യൂയിങ് തിയറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദെൻ റീപ്ലേസ്മെന്റ് തിയറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സിമുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് അലൊക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ, ഷെഡ്യൂളിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, മാർക്കറ്റ് റിസർച്ച്, റിസ്ക് അനാലിസിസ്, കപ്പാസിറ്റി പ്ലാനിംഗ്, ഈ മേഖലയിലെല്ലാം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നമ്മളത് പഠിച്ചെടുക്കാതെ ഒരു നിർവാഹവുമില്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം QT എന്താണെന്ന് നോക്കി, അതിന്റെ അപ്ലിക്കേഷനും നോക്കി. രണ്ടാമത്തെ എസ്സേ ആണ് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്
വാട്ട് ആർ ദ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി? ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് QT? QTയുടെ യൂസും ലിമിറ്റേഷനും എന്തൊക്കെയാണ്? അപ്പൊ QT എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് റെഫേഴ്സ് ടു മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടൂൾസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, നാച്ചർ, ഫങ്ഷൻ, ഇമ്പോർട്ടൻസ് ഒക്കെ സെയിം പോയിന്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡാറ്റ അനാലിസിസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ റിസോഴ്സ് അലൊക്കേഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവെന്ററി കൺട്രോൾ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ ട്രീ അനാലിസിസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്യൂയിങ് തിയറി, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് റീപ്ലേസ്മെന്റ് തിയറി, ഇറ്റ് ഫെസിലിറ്റേറ്റ് നെറ്റ്വർക്ക് അനാലിസിസ്, ഷെഡ്യൂളിംഗ്, ഫോർകാസ്റ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി കൺട്രോൾ. ഇനി QTയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഇഗ്നോർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. QTക്ക് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ. ഡാറ്റ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഫോർ ബയാസ് ഉണ്ട്, മെത്തഡോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അൺസെർട്ടൈൻ ആണ്, ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണല്ലോ. ഇനി മൂന്നാമത്തെ എസ്സേ, ഇത് ശരിക്കും 3 എസ്സേക്കുള്ള വകുപ്പുണ്ട്. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ വാരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. QTയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ തന്നെ ചിലപ്പോൾ എക്സാമിന് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് മാത്രം ചോദിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് മാത്രം ചോദിക്കും. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഓപ്പറേഷൻസ് റിസർച്ച് ടെക്നിക്സ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ടേബിൾ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് ടെക്നിക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത് ഡാറ്റ കളക്ഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, പ്രോബബിലിറ്റി, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, കോൺഫിഡൻസ് ഇന്റർവെൽ, സാമ്പിളിംഗ് തിയറി. ഇനി പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, ഇൻവെന്ററി തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, മാർക്കോവ് ചെയിൻ അനാലിസിസ്. ഇനി നമുക്ക് 4ാമത്തെ എസ്സേയിലേക്ക് പോകാം. റൈറ്റ് ആൻ എസ്സേ ഓൺ വേരിയസ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. നമ്മൾ കോറിലേഷന്റെ പാർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതും ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഏതൊക്കെയാണ് കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ്? പ്രധാനമായിട്ടും 5 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്, കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ആദ്യത്തേതാണ് സ്കാറ്റർ ഡയഗ്രം. സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന കാര്യം ഓർത്താൽ മതി. ഇപ്പൊ 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ ഗ്രാഫ് ഉപയോഗിക്കുന്നതിനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് അഥവാ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇറ്റ് വിഷ്വലൈസസ് ഡാറ്റ പോയിന്റ്സ് ഓൺ എ ഗ്രാഫ് ആൻഡ് ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. അടുത്തതാണ് കോറിലേഷൻ ഗ്രാഫ്. കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് യൂസ്ഡ് ടു റെപ്രസെന്റ് കോറിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 or അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലോട്ട്സ് ഡാറ്റ പോയിന്റ്സ് ആൻഡ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഡാറ്റ പോയിന്റ്സിൽ പ്ലോട്ട് ചെയ്യും. അടുത്തതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, 3ാമത്തെ മെത്തേഡ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്.
ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ കാൾ പിയേഴ്സൺ. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് കാൾ പിയേഴ്സൺ ആണ്. ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷനും സ്ട്രെങ്ത്തും മെഷർ ചെയ്യുന്ന കാൾ പിയേഴ്സൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്. അടുത്തതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. Correlation coefficient obtained from ranks of the variable instead of their quantitative measurement is called Spearman's rank correlation. ഓരോ വേരിയബിൾസിൻ്റെയും ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ട് റാങ്ക് കൊടുത്തിട്ട് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. അതും ഒരു പോപ്പുലർ മെത്തേഡ് തന്നെയാണ്. അടുത്തതാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. കോറിലേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ദിസ് മെത്തേഡ് കൺസിഡേഴ്സ് ഓൺലി ഡയറക്ഷൻ ഓഫ് ഡീവിയേഷൻ. ഈ ഒരു മെത്തേഡ് ഡയറക്ഷൻ ഓഫ് ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ എസ്സേ ആണ് പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്സേ. ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രോബബിലിറ്റി. പക്ഷേ അത്തരത്തിൽ സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രോബബിലിറ്റിയുടെ തിയറംസ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ പ്രോബബിലിറ്റിയുടെ 3 തിയറീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ തിയറംസ് എന്താണെന്ന് കാണിക്കുക. 3 തിയറംസ് ആണുള്ളത്, അതാരും മറക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ആ തിയറത്തിൻ്റെ പേരെങ്കിലും എഴുതി വെക്കുക. അഡിഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം. അങ്ങനെ 3 തിയറംസ് ആണ് പ്രോബബിലിറ്റിക്കുള്ളത്. ഇപ്പോൾ ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി ചോദിച്ചാൽ ദർ ആർ 3 ടൈപ്സ് ഓഫ് തിയറംസ്, മേജർ തിയറംസ് ഇൻ പ്രോബബിലിറ്റി വിച്ച് ആർ അഡിഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ബേസ് തിയറം. ആദ്യം നമുക്ക് അഡിഷൻ തിയറം നോക്കാം. അഡിഷൻ തിയറം തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിനുമുണ്ട്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിനുമുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. സംഭവം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിന്റെ അഡിഷൻ തിയറം എന്താണ്? ഇഫ് 2 ഇവൻസ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, 2 ഇവൻസുകൾ എടുക്കാം നമുക്ക്. എ എന്ന് പറയുന്ന ഇവന്റും ബി എന്ന് പറയുന്ന ഇവന്റും, ആ 2 ഇവന്റും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അത് മനസ്സിലായല്ലോ. ഇഫ് 2 ഇവൻസ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, the probability of occurrence of either A or B is the sum of the individual probability of A and B. അതായത് എ ബി 2 ഇവൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ either A or B, അതിൽ എയോ ബിയോ ഒക്വയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണെന്നാണ് പറയുന്നത്. അതായത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ അഡിഷൻ തിയറം ഇങ്ങനെയൊന്നും പഠിച്ചു വെക്കാൻ പറ്റാത്തവർക്ക് ചിലപ്പോൾ 2 മാർക്കിനും ചോദിക്കും, വാട്ട് ഈസ് അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും എഴുതി വെക്കുക. അഡിഷൻ തിയറം എന്ന് പറഞ്ഞിട്ട് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും എഴുതി വെക്കണം കേട്ടോ. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. സംഭവം ഇത്രയേ ഉള്ളൂ. ഇഫ് 2 ഇവൻസ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതായത് 2 ഇവൻസ് അവിടെ ഉണ്ട്, എയും ബിയും, അതിൽ എയോ ബിയോ ഉണ്ടാവാനുള്ള ഒക്വയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. അതാണ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അടുത്തതാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ്. ഇഫ് 2 ഇവൻസ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, the probability of occurrence of either A or B is the sum of the individual probability minus probability of both to happen. അതായത് P of A union B is equal to P of A plus P of B minus P of A intersection B. അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്തതെങ്കിലും പഠിച്ചു വെക്കട്ടോ മക്കളെ. അടുത്തതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറവും ഇതേപോലെ 2 കാറ്റഗറി ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഇവൻസിനും ഡിപെൻഡന്റ് ഇവൻസിനും. മൾട്ടിപ്ലിക്കേഷൻ തിയറിയും ഇൻഡിപെൻഡന്റ് ഇവൻസിനും ഡിപെൻഡന്റ് ഇവൻസിനും ഉണ്ട്. അപ്പം നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറം നോക്കാം. ഇഫ് 2 ഇവൻസ് ആർ ഇൻഡിപെൻഡന്റ്, 2 ഇവൻസ് ഇൻഡിപെൻഡന്റ് ആണ്, then the probability of occurring both will be the product of individual probability. അതായത് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഗുണിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് 2 ഇൻഡിപെൻഡന്റ് ഇവന്റ് ഉണ്ട്, എയും ബിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, എയോ ബിയോ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്.
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അവിടെ ഒരു കുത്ത് ഉണ്ട് കേട്ടോ, ആ കുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, ഇൻറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ ഡോട്ട് അവിടെ ഇട്ടത് കേട്ടോ. അടുത്തത് ഡിപ്പെൻഡന്റ് ഇവൻസിൻ്റെതാണ്. ഇഫ് ടു ഇവൻസ് ആർ ഡിപ്പെൻഡന്റ്, രണ്ട് ഇവൻസ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ then the probability of occurrences of second event will be the effect of outcome of first. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എ. അടുത്തത് ബേസ് തിയറമാണ്. ബേസ് തിയറം ഈസ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ബേസ് തിയറം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഇറ്റ് ഹെൽപ്സ് ടു അപ്ഡേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ഓൺ ന്യൂ ഇവന്റ്സ്. ഒരു പുതിയ ഇവന്റിന്റെ ഹൈപ്പോത്തിസിസിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണിത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് തോമസ് ബേസ് ആണ് 18th സെഞ്ചുറിയിൽ, 18ാം നൂറ്റാണ്ടിൽ തോമസ് ബേസ് ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിന്റെ പി ഓഫ് എ ബാർ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ബാർ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ആ ഹൈലൈറ്റ് ചെയ്തതെങ്കിലും പഠിക്കുക കേട്ടോ. ആറാമത്തെ എസ്സേ ആണ് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യൂട്ടിയിലെ പ്രോബബിലിറ്റിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഇതൊന്നും മനസ്സിലാക്കി പഠിക്കാൻ പറ്റില്ല, പോയിന്റ് ബൈ ഹാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ പറയാഞ്ഞത്. കാരണം ഇത് പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങളിത് ബൈ ഹാർട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പം ആദ്യം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കൂടെയാണ്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്. ഇതിൽ ഫീച്ചേഴ്സ് ആയിരിക്കും ചോദിക്കുക. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു പോയിന്റായി. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ബെൽ ഷേപ്ഡ്. അത് ബെല്ലിന്റെ ആകൃതിയിൽ, ഒരു മണിയുടെ ആകൃതിയിലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ഒക്കെ നോക്കിയാൽ പിക്ചർ കാണും. അപ്പൊ അതൊരു ബെല്ലിന്റെ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് സിമ്മട്രിക് അബൌട്ട് മീൻ. മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് മെസോകുർട്ടിക്. ഇറ്റ് ഈസ് യൂനി മോഡൽ. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. ആദ്യത്തെ 7 പോയിന്റ് കണ്ടോ ഞാൻ? അതെന്താണെന്നറിയോ അങ്ങനെ തന്നത്? നിങ്ങൾക്ക് 7 എണ്ണം എളുപ്പത്തിൽ പഠിക്കാൻ ചെറിയ പോയിന്റ് തന്നതാ. അപ്പോൾ പരീക്ഷയ്ക്ക് ഫീച്ചേഴ്സ് എസ്സേ ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ ഒന്നും എഴുതരുതേ. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, പോയിന്റ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ക്യൂട്ടിയിൽ ഇങ്ങനെ ഒരു തിയറി ചോദിച്ചിട്ട് 1/2 പേജ് എഴുതിയാൽ 10 മാർക്ക് കിട്ടുമെന്ന്. കിട്ടും. ഈ 10 പോയിന്റ് എനിക്ക് ഒരിക്കൽ, ഞാൻ ക്യൂട്ടിയുടെ പേപ്പർ ആയിരുന്നു കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം വാല്യൂ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ്. ഒരുപാട് കുട്ടികൾ ആകെ 10 പോയിന്റ്സ് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആ എഴുതിയത് ഇതേപോലെ വൃത്തിക്ക് എഴുതിയിരുന്നു. 10 മാർക്ക് നമ്മൾ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 10 പോയിന്റ്സ് തന്നെയാണ് ഇതിന്റെ ആൻസർ. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബെൽ ഷേപ്ഡ് ആണ്. സിമ്മട്രിക് അബൌട്ട് മീൻ ആണ്. മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. മെസോകുർട്ടിക് ആണ്. യൂനി മോഡൽ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0 ആയിരിക്കും. ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് മാക്സിമം അറ്റ് മീൻ ആയിരിക്കും. നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ്. ആ ഒരു കർവിന്റെ ഒരു പോർഷൻ പോലും എക്സ് ആക്സിസിന് ബിലോ ആവില്ല. Q1 ആൻഡ് Q3 ആർ ഇക്യു ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. Q1 ഉം Q3 ഉം മീഡിയനിൽ നിന്നും ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് 1. കർവിന്റെ ടോട്ടൽ ഏരിയ 1 ആയിരിക്കും. Then the line at the mean divides curve into 2 equal part. അതുപോലെ curve is asymptotic to the base on either side. Mean deviation of normal distribution is 4/5. അതുപോലെ തന്നെ quartile deviation of normal distribution is 2/3. Range of normal curve is -infinity to +infinity. If x and y are two independent variates, its sum is normal variate. Mean determines the location. Symmetric tails. അതിന്റെ ടെയിൽ സിമെട്രിക് ആയിരിക്കും. 7ാമത്തെ എസ്സേ ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. കഴിഞ്ഞ വർഷത്തെ എസ്സേ ആയിരുന്നു, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കാലിക്കറ്റിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകണം.
അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലൈറ്റിന് പോവാൻ, ചെന്നൈക്ക് ഫ്ലൈറ്റിന് പോകാം, ചെന്നൈക്ക് ട്രെയിനിന് പോകാം, ചെന്നൈക്ക് ബസ്സിന് പോകാം. അങ്ങനെ 3 ഓൾട്ടർനേറ്റീവ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഞാൻ തിരഞ്ഞെടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ചെലവ് കുറഞ്ഞ എന്നാൽ വേഗത്തിൽ എത്തുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. അതിനെ നമുക്ക് എന്ത് പറയാം? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. സിറ്റുവേഷൻസ്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ഇങ്ങനെ 4 സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരിക. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് അൺസെർട്ടൈനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി. Under this situation, decision makers have complete knowledge about outcomes. Outcomes are known and certain. നമുക്കൊരു തീരുമാനം എടുത്താൽ മതി, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഔട്ട്കം. ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള യാതൊരുവിധ നോളജും ഇല്ല. അതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കത്തെ കുറിച്ചുള്ള നോളജ് ഇല്ല, അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പാർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. അടുത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. റിസ്കി സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീറ്റീവ് എൻവിയോൺമെന്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ഇനി 8ാമത്തെ എസ്സേ ആണ് വാട്ട് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് an optimal solution by a given objective under certain constraints. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സുകളിലൂടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിസോഴ്സ് അലൊക്കേഷൻ. റിസോഴ്സ് അലൊക്കേഷന് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോംപ്ലക്സ് പ്രോബ്ലം. കോംപ്ലക്സ് പ്രോബ്ലത്തെ ഡീപ്പറായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് എനേബിൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് പ്രോബ്ലം. നമുക്ക് ഓരോ പ്രോബ്ലത്തിൻ്റെയും മാത്തമാറ്റിക്കൽ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ 5 പോയിന്റ് സിമ്പിൾ ആയിട്ട് മെറിറ്റ്സ് പഠിച്ചെടുക്കാം. 1 ഒപ്റ്റിമൽ സൊല്യൂഷൻ, 2 റിസോഴ്സ് അലൊക്കേഷൻ, 3 ഡിസിഷൻ മേക്കിംഗ്, 4 സിംപ്ലിഫൈ കോംപ്ലക്സ് പ്രോബ്ലം, 5 മാത്തമാറ്റിക്കൽ അനാലിസിസ്. ഇനി എന്തൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിംഗിന്റെ ഡിമെറിറ്റ്സ്? 1 ലിമിറ്റഡ് അപ്ലിക്കബിലിറ്റി ഉള്ളൂ. സം അസംഷൻസ് ആർ ഇനാക്യുറേറ്റ്. ഇനാക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യതയില്ലാത്ത അസംഷൻസ് ഉണ്ട്. ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ വല്ലാണ്ട് ഓവർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആക്കി കളയാറുണ്ട്. അത് അതിന്റെ ആക്യുറസി പോകും. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ടു സോൾവ് ലാർജ് പ്രോബ്ലംസ്. ഇപ്പം എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ്? 1 ലിമിറ്റഡ് അപ്ലിക്കബിലിറ്റി, 2 ഇനാക്യുറേറ്റ് അസംഷൻ, 3 ഓവർ സിംപ്ലിഫിക്കേഷൻ, 4 ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, 5ാമത്തത് ഡിഫിക്കൽട്ടി ഇൻ സോൾവ് ലാർജ് പ്രോബ്ലംസ്. നമ്മൾ 8 എസ്സേയും ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നും എന്തായാലും ഒരു എസ്സേ, ചിലപ്പോൾ 2ഉം ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും തിയറി, അല്ലെങ്കിൽ ഒരു തിയറി എസ്സേ എങ്കിലും ഡാം ഷുവർ ആയിട്ടും ചോദിക്കും. ഏതൊക്കെയായിരുന്നു 8 എസ്സേ? 1 ക്യൂട്ടിയുടെ അപ്ലിക്കേഷൻ, മറ്റൊന്ന് ക്യൂട്ടിയുടെ ടെക്നിക്സുകൾ, മറ്റൊന്ന് ക്യൂട്ടിയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്സ്, 3ാമത്തത് ക്യൂട്ടിയുടെ യൂസസ് ആൻഡ് ലിമിറ്റേഷൻ, പ്രോബബിലിറ്റി തിയറീസ്, കോറിലേഷന്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ
പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതുപോലെ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. സോറി ടു സേ, എന്നോടിൽ ഇതിൽ ഒരു എസ് എ ടോപ്പിക്ക് ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കോറിലേഷന്റെ ടൈപ്സ് ആണ്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ, ലീനിയർ, നോൺ ലീനിയർ. അത് നമ്മൾ കോറിലേഷന്റെ പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നോട് ഈ ഒരു എസ് എ ടോപ്പിക്കിൽ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ നോട്ട് തരുമ്പോൾ ഞാൻ അതുകൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് തരാം. അപ്പോൾ ഈ നോട്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നന്നായിട്ട് പഠിക്കുക. എക്സാം അടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.